തീക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. ആമേൻ. താങ്ക് യു ആൻറ്റി. സ്തോത്രം. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ ഈ ഭാഗവുമായിട്ട് ദൈവസന അല്പമായി നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനം അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ലേഖനം എഴുതി തീർക്കുവാൻ പോകുകയാണ്. സ്തോത്രം. സാധാരണ പോലെ കർത്താവിന്റെ ദാസൻ അവിടെ തന്നോട് കൂടെയുള്ളവരെ കുറിച്ചും അല്ലെങ്കിൽ അവിടെ ചെല്ലാൻ പോകുന്ന ആളുകളെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പറയുന്ന ഭാഗമാണ്. സ്തോത്രം. ആ ഭാഗത്തിലും കർത്താവിന്റെ ദാസൻ കേവലം ആ ദൈവദാസന്മാരെ കുറിച്ചൊരു വാക്ക് പറഞ്ഞു വിടുന്നതിനേക്കാൾ ഉപരിയായി ചില കാര്യങ്ങളൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞിട്ടാണ് കർത്താവിന്റെ ദാസൻ കൊലോസ്യ ലേഖനത്തിൽ പ്രത്യേകം അവരെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സ്തോത്രം. നമ്മൾ ആ വാക്കുകളെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുവാനായി അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായി നാം ശ്രമിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയത് തിഹിക്കോസിനെ പറ്റിയാണ്. തിഹിക്കോസിന്റെ 3 സ്വഭാവങ്ങൾ അല്ലെങ്കിൽ 3 അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അല്പമായി ചിന്തിച്ച് തുടങ്ങിയത്. സ്തോത്രം. തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കുമെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അന്ന് തിഹിക്കോസ്. സ്തോത്രം. നമ്മൾ അന്ന് ചിന്തിച്ച് നിർത്തിയത് പ്രിയ സഹോദരൻ എന്ന വാക്കായിരുന്നു. സ്തോത്രം. പ്രിയ സഹോദരൻ. പൗലോസ് തിഹിക്കോസിനെ പറ്റി പറയുമ്പോൾ കൊലോസ്യ സഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, എനിക്ക് പ്രിയനായ സഹോദരന്റെ കയ്യിലാണ് ഞാൻ ഈ ലെറ്റർ കൊടുത്തു വിടുന്നത്. സ്തോത്രം. പ്രിയനാണ് എനിക്ക് ആ ദൈവത്തിന്റെ ഭക്തൻ. സ്തോത്രം. പ്രിയ സഹോദരനാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷ വേളയിൽ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ സഹോദര തുല്യമായി സ്നേഹിക്കുവാൻ വേണ്ടി കർത്താവ് ഒരുക്കിയ അനേക ദൈവ മക്കളുടെ ഇടയിൽ ഒരുവനായിരുന്നു, അല്ലെങ്കിൽ ഒരു ദൈവദാസനായിരുന്നു തിഹിക്കോസ്. ഞാൻ അന്ന് അവസാനിപ്പിച്ചിടന്ന് തുടങ്ങട്ടെ. നമ്മുടെ ലൈഫിലും ശുശ്രൂഷയിലും ഒരു ജോലിയിലോ അല്ലെങ്കിൽ വിശ്വാസിയോ ഒക്കെ ആയിരിക്കുന്ന വിവിധ മേഖലകളിൽ നമുക്ക് തന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഒരു നല്ല സഹോദരനായി, ഒരു നല്ല സഹോദരിയായി, ഒരു നല്ല മാതാവായി, ഒരു നല്ല പിതാവായി, ഒരു നല്ല അങ്കിളായി, ആന്റിയായി ഒക്കെ നിൽക്കുവാൻ ദൈവം നമ്മളെ വിവിധ സാഹചര്യങ്ങളിൽ ഇടയാക്കുമ്പോൾ അത് ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതിയാണ്. അത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശമാണ്. അവർക്ക് ആശ്വാസമായി നിൽക്കുവാൻ അവർക്ക്, കാരണം അപ്പോസ്തലനായ പൗലോസിന് താഴോട്ടൊക്കെ പറഞ്ഞു വരുന്നത് അവരുടെയൊക്കെ കൂടെയുള്ള, എന്നോട് കൂടെയുള്ള അവരുടെ ജീവിതം എനിക്ക് ആശ്വാസത്തിന് കാരണമായി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അങ്ങനെ മറ്റ് പല ആളുകൾക്ക് നമ്മുടെ ലൈഫ് കൊണ്ട് ഒരു ആശ്വാസമായി തീരാൻ, സഹോദര തുല്യമായി സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു മാർഗമാണ് ക്രിസ്തീയ മാർഗം എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ സഭയിൽ പായിലിരുന്ന് ആരാധിക്കുന്ന ആ സഹോദരി അല്ലെങ്കിൽ ആ സഹോദരനുണ്ടല്ലോ, നമ്മുടെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വാക്കിനായിട്ട് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ തോളിൽ തട്ടി അദ്ദേഹത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ കാരണമാകും. കാരണം കർത്താവ് ഒരിക്കലും ഡയറക്റ്റ് ഒരു ദിവസം രാവിലെ വന്നിട്ട് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അനുഭവിക്കുന്നു. എന്നാൽ പലപ്പോഴും അത് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കൂട്ടു സഹോദരങ്ങളിൽ കൂടെയാണ്. സ്തോത്രം. കർത്താവിന്റെ സ്നേഹം നമ്മൾ അറിയുന്നത് നമ്മുടെ കൂടെ പായിലിരുന്ന് ആരാധിക്കുന്ന വ്യക്തികളിൽ നിന്ന്, അത് ദൂരെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും അറിയുന്നതിനേക്കാൾ എത്രയോ ആഴമാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്ന വ്യക്തി. സ്തോത്രം. നമ്മുടെ തോളിൽ കൈയിട്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല സ്തോത്രം സഹോദരി, കുഴപ്പമില്ല, ദൈവം എല്ലാത്തിനും മതിയായവനാണല്ലോ, മകളുടെ കാര്യം ഓർത്ത് ഭാരപ്പെടണ്ട, അല്ലെങ്കിൽ ആ വിഷയം ഓർത്ത് ദുഃഖിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചിലപ്പം വചനത്തിന്റെ ആഴമൊന്നും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ നമ്മളോട് പറയാൻ കഴിവില്ലാത്ത ചില ആളുകൾ കണ്ടിട്ടില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വന്നിട്ട് ചുമ്മാതെ നമ്മുടെ കൂടെ കരയും, അല്ലേ? ചുമ്മാതെ നമ്മുടെ കൂടെ ഒന്ന് കരഞ്ഞങ്ങ് പ്രാർത്ഥിക്കുക. അന്നേരം ചിലപ്പം ഞങ്ങളെപ്പോലെ ഒരു ശുശ്രൂഷകന്റെ ഒരു മെസ്സേജ് അല്ലായിരിക്കും അവർക്ക് ബലമായിത്തീരുന്നത്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഇരുന്ന് കരയുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വിഷമത്തോടെ ആയിരിക്കും അവിടെ പോയി അവരുടെ കൂടെ നിൽക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വലിയ ബിസിയുള്ള ജീവിതത്തിൽ ഹോസ്പിറ്റലിലൊന്നും ആരും പോകാനില്ല. സ്തോത്രം. കൂടെ നിൽക്കാനും ആർക്കും മനസ്സില്ല. സ്തോത്രം.
അങ്ങനെ ഒരു ദിവസം ഒരു ഭക്ഷണം ഉണ്ടാക്കി അവരുടെ അടുത്തിലേക്ക് ചെന്ന് ആ ക്രിസ്തുവിന്റെ സ്നേഹബന്ധത്തിൽ സഹോദരതുല്യമായി അവരെ കൈത്താങ്ങിയിട്ട് ഒന്ന് നമ്മൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അറിയാതെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരിക്കും, നമുക്ക് ആകെ ഒരു പക്ഷേ ഒരു 200 രൂപയുടെ 300 രൂപയുടെ അല്ലെങ്കിൽ ഒരു 500 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ ചിലവായി ആയിട്ടുള്ളായിരിക്കും. പക്ഷെ അവർ കർത്താവിന്റെ സ്നേഹത്തെ, കർത്താവ് യേശുപ്പച്ച നന്ദി എന്ന് പറയാൻ നമ്മുടെ ലൈഫിൽ ഒരു ചെറിയ പ്രവർത്തനം കൊണ്ട് ഇടയാക്കുമെങ്കിൽ അത് കർത്താവിന്റെ നാമത്തിന് തീർച്ചയായിട്ടും പ്രയോജനകരമായ ഒരു കാര്യമാണ്. സ്തോത്രം. ആമേൻ. തിഹിക്കോസിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ അത് അവസാനം ഞാൻ പറയുമ്പോൾ അതുമായി ചേർത്ത് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ അതാണ് കഴിഞ്ഞ സ്തോത്രം ആ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സ്തോത്രം. അതിനുശേഷം തിഹിക്കോസിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വേദഭാഗമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുവാനായി കടന്നു പോകുന്നത്. സ്തോത്രം. അടുത്ത വാക്ക് തിഹിക്കോസിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് പറയുന്നത്? വിശ്വസ്ത ശുശ്രൂഷകൻ, ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റർ, വിശ്വസ്തൻ അല്ലെങ്കിൽ വിശ്വസ്തയോട് വിശ്വസിക്കാൻ കൊള്ളാകുന്നവനായ ശുശ്രൂഷകനാണ്. കാരണം നമുക്കറിയാം, ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് ഈ മെസ്സേജ്, ഈ ലേഖനം മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ എഫെസോസിലെ ആ ലേഖനം, എഫെസ്യ ലേഖനമായിരുന്നാലും ഒക്കെ തിഹിക്കോസിന്റെ കയ്യിലാണ് കൊടുത്തുവിടുന്നത്. അപ്പം തിഹിക്കോസിന്റെ കയ്യിൽ വിശ്വസിച്ച് കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് തിഹിക്കോസ്. കാരണം ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ്, വളരെ ആഴത്തിൽ ഉള്ള ഒരു മെസ്സേജാണ് ഈ കൊലോസ്യ ലേഖനം. സഭ ഇത് അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു മെസ്സേജാണ്. പക്ഷെ ഇത് സമയത്ത് അവിടെ കൊണ്ട് എത്തിക്കുമെന്നും അല്ലെങ്കിൽ ഇത് മിസ്സാകത്തില്ലെന്നും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഞാൻ മറന്നുപോയെന്ന് പറയുന്ന ഒരു നമ്മുടെ ഏശാവിന്റെ കാര്യം പറയുന്നത് പോലെ ഒരു ഉദാസീനനായ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു മനുഷ്യനായിരുന്നില്ല തിഹിക്കോസ്. വളരെ വിശ്വസ്തനായിരുന്നു, വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്, നമ്മളിപ്പം താഴോട്ട് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കും. കാരണം ദൈവത്തിന് വിവിധ നിലവാരത്തിലുള്ള ശുശ്രൂഷകരെ ആവശ്യമാണ്. സ്തോത്രം. തിഹിക്കോസ് വലിയൊരു പ്രസംഗം പ്രസംഗിച്ചെന്നൊന്നും ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ പൗലോസിന്റെ ശുശ്രൂഷയിൽ സ്തോത്രം വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന് പറയാൻ കാരണം വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാൻ കൊള്ളാകുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്തോത്രം. അതെ, ഒരു ലെറ്റർ കൊടുത്തു വിടുന്നു, അത് അതിൻ്റെതായ രീതിയിൽ കൊണ്ടെത്തിക്കുവാനും അവർക്ക് ആശ്വാസമാകുവാനും കഴിവുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമുക്കറിയാം, ചില ആളുകളെ നമ്മൾ ചിലയിടത്തേക്ക് വിട്ടാൽ അത് അവിടെ കുഴപ്പമുണ്ടാക്കും. സ്തോത്രം. പക്ഷേ തിഹിക്കോസിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിളിയുള്ള ഒരു വ്യക്തിയായിരുന്നു, അതിന് സമർപ്പണമുള്ള ഒരു വ്യക്തിയായിരുന്നു, അതിനുവേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം നിർത്തിയ തിഹിക്കോസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ. അതെ, വിശ്വസിക്കാൻ കൊള്ളാകുന്നവരെ ദൈവത്തിന് ഈ തലമുറയിൽ ആവശ്യമുണ്ട്. വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ ദൈവത്തിന് അങ്ങനെയുള്ളവരെ ആവശ്യമുണ്ട്. ഇപ്പൊ ചിലരുടെ അടുത്തൊക്കെ നമ്മളൊരു കാര്യം പറഞ്ഞു വിട്ടാൽ അവർ ആ കാര്യം അവിടെ ചെന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറെ രീതിയിലായി പോകും. സ്വത്രം. നമ്മൾ ഉദ്ദേശിച്ചത് പോലും അല്ലായിരിക്കും അവിടെ ചെന്ന് പറയുന്നത്. സ്വത്രം. വേറെയൊക്കെ കഥയൊക്കെ ആക്കി സ്തോത്രം അത് പിന്നെ പറഞ്ഞത് അത് മോശമാക്കി കളയും. സ്തോത്രം. എന്നാൽ തിഹിക്കോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് അവിടെ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ അടുത്ത് വന്ന ആശ്വാസത്തിന് ഞാൻ നിങ്ങളെ അവരെ അയക്കുന്നത് നിങ്ങൾക്ക് ആശ്വാസമാകാനാ, അല്ലെ? അപ്പം പൗലോസിന് വിശ്വസിച്ചയക്കാൻ കൊള്ളാകുന്ന ഒരു വിളിയുള്ള വ്യക്തിയായിരുന്നു തിഹിക്കോസ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നത്. ഈ വിശ്വസ്തതയെ പറ്റി പറയുമ്പോൾ ഞാൻ വേറെ ഒരു ഭാഗത്തിലാണ് ആ ഉദാഹരണ സാധാരണ പറയാറുള്ളത്. എങ്കിലും ഇതുമായിട്ട് ചേർത്ത് ഞാൻ രാത്രിയിലെ മീറ്റിംഗ് ഏതോ ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ആ ഒരു സംഭവം. സ്തോത്രം. ഒരു വിശ്വസ്തതയെ പറ്റി പറഞ്ഞ് ചുരുക്കി പറയാം. വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ദൈവദാസന് ഒരു ഇൻവെർട്ടർ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, അത് ചുരുക്കി എനിക്ക് പറയാണ്. സ്തോത്രം. ഒരു 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 വെളിയിലുള്ള വിദേശത്തുള്ള ഒരു സഭ തയ്യാറായി. സഭ തയ്യാറാകുന്നതിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ സഭയിലെ വിശ്വാസി ആയ ഒരു സഹോദരൻ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ദൈവദാസന് വളരെ കറണ്ടിന്റെ ബുദ്ധിമുട്ടുണ്ട്. അന്ന് വളരെ കറണ്ടിന്റെ ബുദ്ധിമുട്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. സ്വത്രം. അപ്പം അദ്ദേഹം ഇൻവെർട്ടർ വളരെ അത്യാവശ്യമാണ്. ആ ഗ്രാമത്തിൽ വളരെ കറണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട്, കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് വളരെ ചൂടിന്റെ ബുദ്ധിമുട്ട്. അപ്പം സാമ്പത്തിക കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്തു, നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഇൻവെർട്ടർ വാങ്ങിക്കൊടുക്കണം, അപ്പം നമുക്ക് ഒരുമിച്ച് അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ അത് ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം സാമ്പത്തികമൊക്കെ ഷെയർ ചെയ്തു. ഇപ്പൊ ഷെയർ ചെയ്ത് വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സഭയിൽ ഇദ്ദേഹം ആ രാജ്യത്തിൽ പോകുന്ന ആ സഭയിലെ വിശ്വാസികളോടും പറഞ്ഞിരുന്നു. അപ്പൊ വിശ്വാസിയായ ഒരു മനുഷ്യൻ പറഞ്ഞു, എന്താ നമ്മുടെ സഭയിൽ നല്ല ഫണ്ടുണ്ടല്ലോ, നമുക്ക് സഭയിൽ നിന്ന് കൊടുക്കാം. അപ്പൊ അതിനു മുമ്പ് ഇവർ സഹോദരങ്ങളെല്ലാം കൂടെ കുറച്ച് പൈസ ഇത് ശേഖരിച്ചിരുന്നു. അപ്പൊ സഭ അവസാനം പറഞ്ഞു, ഓക്കെ, അങ്ങനെ ഒരു വിഷയമാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ സഭ നല്ലൊരു ഇൻവെർട്ടറിനുള്ള എന്ന് പറഞ്ഞാൽ സാധാരണ വീടുകളിലൊന്നും വെക്കാത്ത കുറച്ചുകൂടി നല്ല നിലയിലുള്ള ഒരു ഇൻവെർട്ടർ അവർക്ക് വാങ്ങിക്കൊടുത്തു, ആ ദേവദാസന് വാങ്ങിക്കൊടുത്തു. എനിക്ക് അറിയാം, ഈ കൊടുത്ത ആളിനെയും എനിക്കറിയാം,
ഇത് കിട്ടിയ ആളിനെയൊക്കെ എനിക്കറിയാം. ആ സന്ദർഭവും സാഹചര്യമൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലാകാനിടയായി. അപ്പോൾ സംഭവം പിന്നീട് നടന്നത് ഇങ്ങനെയാണ്. ആ ഇൻവെർട്ടർ വാങ്ങി കൊടുത്ത ആ സഭ വാങ്ങിക്കൊടുത്തു. പക്ഷേ ഈ ദൈവദാസന്റെ പേരിൽ കുറച്ച് പൈസ അതിന് മുമ്പ് എന്ത് ഇൻവെർട്ടറിന് വേണ്ടി സ- അവർ 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 സമ്പാദിച്ചിരുന്നു. അത് ഇൻവെർട്ടറിനേക്കാളിൽ വലിയ തുക അവർ അവർ ഒരുമിച്ച് ഈ കൂട്ടിയ അല്ലെങ്കിൽ ഇതിനു വേണ്ടി കോർഡിനേറ്റ് ചെയ്ത ആ ദൈവദാസന് ഇടുന്നതിന് മുമ്പ് തന്നെ അത് വലിയൊരു തുകയായി. സ്തോത്രം. അപ്പം ഇത് ഇട്ടവരെല്ലാവരും കൂടെ പറഞ്ഞു, ഓക്കെ, എന്തായാലും നമുക്ക് ആ ദൈവദാസന് വേണ്ടി ഈ, എന്താണ് കളക്ട് ചെയ്തതല്ലേ, നമുക്ക് ആ ദൈവദാസന് തന്നെ കൊടുക്കാം, മറ്റേത് ഇൻവെർട്ടറിന് വേണ്ടി പോയല്ലോ, ഓക്കെ, ആ ദൈവദാസന് വേണ്ടി തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ദൈവദാസന് തന്നെ കൊടുത്തേന്ന് പറഞ്ഞിട്ട് ഇത് ഈ സഹോദരന്റെ കയ്യിൽ കൊടുത്തു, ഈ വിശ്വാസിയുടെ കയ്യിൽ കൊടുത്തു. ഈ വിശ്വാസി പിന്നീട് ചെയ്തത്, സ്തോത്രം, കേരളത്തിലുള്ള ഒരു ദൈവദാസനെ അദ്ദേഹം വിളിച്ചു. കാരണം അദ്ദേഹത്തിന് പിന്നീട് ആ ദൈവദാസനോട്ടൊക്കെ കുറച്ച് തങ്ങളുടെ മക്കളുടെ കാര്യമായിട്ടൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ദൈവദാസനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ കുറച്ച് പൈസയൊക്കെ ആയി എൻ്റെ കയ്യിലുണ്ട്, ഏതായാലും നിങ്ങളുടെ കാര്യങ്ങൾ നടന്നല്ലോ, ഞാൻ തൽക്കാലം ആ പൈസ കേരളത്തിലുള്ള ആ ദൈവദാസന് കൊടുത്തോട്ടെ. അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലെ ദൈവദാസൻ പറഞ്ഞു, ഒക്കെ കൊടുത്താട്ടെ, കുഴപ്പമില്ല, കൊടുത്താട്ടെ. പക്ഷേ ഈ വചനത്തിനോട് ഞാൻ സാധാരണ എപ്പപ്രാദിത്തോസിന്റെ കാര്യം പറയുമ്പോഴാണ് ഇത് പറയുന്നത്. പക്ഷേ ഞാൻ ഈ വചനമായിട്ട് ചേർത്ത് പറയാം, അതൊരു വിശ്വസ്തതയല്ല. കാരണം കൊടുത്ത മനുഷ്യൻ അറിയുന്നില്ല ഇത് ആർക്ക് കൊടുത്തെന്ന്. സ്തോത്രം. ഇത് ഒരാൾക്ക് വേണ്ടി കളക്ട് ചെയ്തു. പക്ഷെ എടുത്ത വ്യക്തി അവരുടെ മകളുടെ ഒരു ആവശ്യം ആ പാർശ്വം കൊണ്ട് സാധിപ്പിക്കേണ്ടത് കൊണ്ട് അദ്ദേഹം എടുത്തില്ല. പക്ഷെ വിശ്വസ്തനായിരുന്നില്ല അദ്ദേഹം വിശ്വസ്തനായിരുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇത് എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും കൈ കൊണ്ടെത്തിച്ചാൽ പോരാ. ഈ മെസ്സേജ് എത്തിക്കേണ്ടവരുടെ ഇടയിൽ പൗലോസ് പറഞ്ഞു വിടുന്നത്, ഇത് ലവോദിക്കയിൽ വായിച്ച് കേൾപ്പിക്കണം, ഇത് കൊലോസ്യ സഭയിൽ ഇത് വായിച്ച് കേൾപ്പിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ കൊണ്ട് എത്തിക്കാൻ വിളിക്കപ്പെട്ടവരെ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവത്തിന് ആവശ്യമുണ്ട്. അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവഭക്തനായിരുന്നു തിഹിക്കോസ്. നിങ്ങൾ പല ലേഖനങ്ങളും നോക്കിക്കോ, ഈ കാര്യത്തിന് വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് പലപ്പോഴും തിഹിക്കോസിനെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കപ്പെടുവാൻ നമ്മൾ യോഗ്യതയുള്ളവരായിരിക്കണം. സ്തോത്രം. നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണെന്നുള്ളത് ലോകത്തിൽ ഒരു മനുഷ്യനും അറിയത്തില്ലെങ്കിലും ഇതെല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരുവൻ സ്തോത്രം ഉയരത്തിലുണ്ട്. സ്തോത്രം എന്നുള്ള ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസ്തത എന്നത് കേവലം വാക്കുകളിൽ ഒതുങ്ങാതെ കർത്താവ് അവസാനം ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, നീ വിശ്വസ്തനായിരുന്നോ എന്നതാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യനായി കർത്താവിന്റെ സന്നിധി നിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞൊരു ദൈവദാസനാണ് തിഹിക്കോസ്. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്താണ്, വിശ്വസ്ത വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന് പറയുന്നത്. സ്തോത്രം. ഈ തിഹിക്കോസിന്റെ വിശ്വസ്തതയെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, 2 തിമോത്തിയോസിന്റെ ലേഖനം 4:12 തീത്തോസിന്റെ ലേഖനം 3:12 വായിച്ചാട്ടെ. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യവും തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. തീത്തോസ് 3:12. ഞാൻ അർത്തെമാസിനെയോ തിഹിക്കോസിനെയോ അങ്ങോട്ട് അയക്കുമ്പോൾ നിക്കോപോലീസിൽ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്കാം. ആമേൻ. നമുക്ക് തിഹിക്കോസിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന എഫെസ്യ ലേഖനം 6:21-24 വാക്യങ്ങൾ, അപ്പോസ്തലപ്രവൃത്തിയുടെ ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ തിഹിക്കോസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പൊ നമ്മൾ വായിച്ച ആ വേദഭാഗം ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തിഹിക്കോസ് ചിലടത്ത് കുറച്ച് സമയത്തേക്ക് പാസ്റ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായിട്ട് ഒരു ശുശ്രൂഷകന്റെ അഭാവത്തിൽ അവിടെ ചില സമയത്തേക്ക് വിടാൻ വേണ്ടി പൗലോസ് ഉപയോഗിച്ചൊരു ദൈവദാസനം കൂടിയായിരുന്നു തിഹിക്കോസ്, അല്ലെ? അവിടെ നമുക്കിപ്പോൾ തീത്തോസിന്റെ പ്രത്യേകിച്ച് ആ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്, ഇവരിൽ ആരെങ്കിലും അവിടോട്ട് വന്നാൽ നീ ഇങ്ങോട്ട് വന്നിരിക്കണം. സ്വത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതിനായിട്ട് സഭാ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പണത്തോടെ വിടാൻ ഒരുക്കമുള്ള അല്ലെങ്കിൽ അതിന് വിടാൻ വിശ്വസ്തനായിരുന്നു, അതിന് വിടാൻ യോഗ്യനായിരുന്നു ഈ തിഹിക്കോസ്. അപ്പൊ അതിനെന്താ യോഗ്യത എന്ന് ചോദിച്ചാൽ അതിന് ഭയങ്കര യോഗ്യത വേണം. ഞാൻ ഈ വചനം എടുത്തതുകൊണ്ട് ഞാൻ പറയാം, അതിന്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു പാസ്റ്റർ 2 മാസത്തേക്കോ 3 മാസത്തേക്കോ ഗൾഫിലോ അല്ലെങ്കിൽ ഏത് ശുശ്രൂഷയിലേക്ക് പോയി അവിടത്തേക്ക് ഒരു അസിസ്റ്റന്റ് പാസ്റ്ററെ വിടുന്നു, അല്ലെങ്കിൽ സഭയിൽ മൂപ്പനായ ഒരു വ്യക്തി അവിടെ പാസ്റ്ററാക്കി വെക്കുന്നു. ഈ വ്യക്തി അത് നന്നായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ പാസ്റ്ററെ പുറത്താക്കേണ്ടി വരും.
അല്ലെങ്കിൽ ആ പാസ്റ്ററുടെ കയ്യിലും ഇല്ല, ഇദ്ദേഹത്തിന്റെ കയ്യിലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ സഭ മാറ്റപ്പെടും. അത് നമ്മൾ പല സാഹചര്യങ്ങളിൽ കണ്ടിട്ടുള്ളവരാണ്. ഞാനൊരു ഉദാഹരണം ചുരുക്കി പറയാം. ഒരു ദൈവദാസൻ ഗൾഫിൽ വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷിക്കാൻ പോയി. അദ്ദേഹം പോയ സമയത്ത് ആ സഭയിൽ തന്നെ ഉള്ള ഒരു ശുശ്രൂഷകനെ, ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ദൈവദാസനാണ്, അദ്ദേഹത്തെ ആക്കി വെച്ചിട്ട് പോയി. അദ്ദേഹം ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം 2 മാസം കഴിഞ്ഞ് തിരികെ സഭയിലേക്ക് വരുമ്പോൾ ഈ പാസ്റ്ററിന് അവസരം കൊടുക്കുന്നില്ല. ഈ പാസ്റ്ററിന് എപ്പോഴാണ് പ്രസംഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. നമ്മുടെ ബഹുമാനരായ ദൈവത്തിന്റെ ദാസന്മാർ, കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്യുമ്പോഴേ പറയും, ആ കർത്താവിന്റെ ദാസൻ വന്നിട്ടുണ്ട്. അവർക്ക് പ്രസംഗിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അവർക്ക് അതിന് കഴിവില്ലാത്തതുകൊണ്ടല്ല. അത് അത് അത്രയും പക്വതയിൽ, ആത്മീക പക്വതയിലേക്ക് വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായതുകൊണ്ട്, ആ വിളി അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവർ അത് അങ്ങനെ ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ ആത്മീക ഒരു നിഗളം കടന്നു വരുമ്പോൾ ചില സമയത്ത് സംഭവിക്കുന്നത്, വിശ്വസിച്ച് ഒരാളെ ആക്കുമ്പോൾ ആ വ്യക്തി ആ ദൈവദാസനെതിരായി ആ സമയത്തിരിക്കുന്നത് പലയിടത്തും കാണുന്ന ചിലപ്പം വിശ്വാസികൾ തന്നെ. ഞാൻ വിചാരിച്ച ചിലപ്പോൾ പാസ്റ്റർ പറയും, നമ്മുടെ സഭയിലുള്ള ഒരു ദൈവദാസന് കുറച്ച് വചനമൊക്കെ അറിയാമല്ലോ, ഒക്കെ ഒരു കാര്യം ചെയ്യും, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവുകയാണ്, ഈ ആഴ്ചയിൽ ദൈവദാസൻ സഭയോഗം ലീഡ് ചെയ്താട്ടെ. അദ്ദേഹം യൂട്യൂബിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഒരു പ്രസംഗം തയ്യാറാക്കി നല്ലൊരു പ്രസംഗം പ്രസംഗിച്ച്, എവിടെ നിന്നെങ്കിലും ഓൺലൈനിൽ കണ്ട ഒരു രീതിയൊക്കെ ഫോളോ ചെയ്ത് സഭയിലെ ആളുകളെ ചെറുപ്പക്കാരെയൊക്കെ കയ്യിലെടുത്തിട്ട് പ്രത്യേക നിലയിൽ കൊണ്ടുപോകും. എന്നിട്ട് അവസാനം ആ സമയം മുഴുവൻ ആ ആക്കി വെച്ച ശുശ്രൂഷകനെ എങ്ങനെ ശുശ്രൂഷ മോശമാക്കാമോ എന്നുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. അങ്ങനെ ഒരു ദൈവദാസനായിരുന്നില്ല തിഹിക്കോസ്. പൗലോസിന്റെ അത്രയും വെളിപ്പാടില്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അത്രയും വലിയ കഴിവുകൾ പൗലോസിനോടൊപ്പം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ വിശ്വസിച്ച് കുറച്ച് കാലത്തേക്ക് ചില ശുശ്രൂഷ ഏൽപ്പിക്കാൻ വിശ്വസ്തനായിരുന്നു തിഹിക്കോസ്. നമ്മളിൽ പലരെയും ഒരു സഹോദരിമാരുടെ മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലെ ഒരു കോട്ടേജ് മീറ്റിംഗോ ഒന്ന് ലീഡ് ചെയ്യാൻ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ, ആമേൻ, നമുക്ക് ലഭിച്ച ആ അവസരത്തെ വിശ്വസ്തയോടെ വിശ്വസിക്കാൻ കൊള്ളാകുന്നവനായി നമ്മളെ ഏൽപ്പിച്ചത്, തീർച്ചയായിട്ടും ദൈവത്തിന്റെ പദ്ധതിക്കായി നമ്മൾ നിൽക്കണം. ദൈവത്തെ മാത്രമാണ് നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത്. എന്നാൽ ആമേ സ്തോത്രം, അത് വിശ്വസിക്കാൻ കൊള്ളാകാത്ത രീതിയിൽ ആകുന്നെങ്കിൽ ആമേൻ, നമ്മൾ ഈ വിളിക്ക് യോഗ്യരല്ല. എന്നാൽ അങ്ങനെ യോഗ്യനായ ഒരു വ്യക്തിയായിരുന്നു തിഹിക്കോസ് എന്ന് പറയുന്ന വ്യക്തി. സ്തോത്രം. തിഹിക്കോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം ഏൽപ്പിച്ചാൽ വിശ്വസ്തയോടെ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന, ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ തിഹിക്കോസ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് നമ്മുടെ ലൈഫിലും ഈ ദിവസങ്ങളിൽ ആമേൻ, ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ വിശ്വസ്തയോടെ അത് കൈകാര്യം ചെയ്യുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ആ വാക്കുകളെ ഞാൻ അതിനോടൊപ്പം വിടുകയാണ്. സ്തോത്രം. വിശ്വസ്തത എന്നത് ബൈബിളിൽ ഒത്തിരി ആഴത്തിൽ ആമേൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്തോത്രം. ആമേൻ. ഈ ലേഖനത്തിൽ തന്നെ വിശ്വസ്തതയുടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, അവിടുത്തെ ശുശ്രൂഷകനായിരുന്ന എപ്പഫ്രാസിനെ പറ്റിയും ആമേൻ ദൈവദാസൻ പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചട്ടെ. ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾ കർത്താവിന്റെ ദാസനായ എപ്പഫ്രാസിനെ പറ്റി പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആമേൻ അധ്വാനിച്ച, നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിലുള്ള സ്നേഹം ഞങ്ങൾ അറിയിച്ചവനുമാകുന്നു എന്ന് പറഞ്ഞാൽ, വിശ്വസ്തയോടെ സത്യസുവിശേഷ കൈമാറുന്ന, തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തു തീർക്കുന്ന, അത് അവരുടെ എന്തെങ്കിലും ആമേൻ ഗമണ്ടിന് വേണ്ടിയോ അവരെ ഉയർത്തി കാണിക്കാനോ അവരെന്തെങ്കിലും ആണെന്ന് സ്ഥാപിക്കുവാനോ വേണ്ടിയല്ല. സ്തോത്രം. അവിടെയൊക്കെയും കർത്താവിനെ വെളിപ്പെടുത്താൻ എപ്പഫ്രാസ് തയ്യാറായതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, അദ്ദേഹവും വിശ്വസ്ത ആമേൻ ശുശ്രൂഷകനാണ്. വിശ്വസ്ത ആമേൻ ശുശ്രൂഷകനാണ്. ഞാൻ അത് വിടുകയാണ്. സ്തോത്രം. ആമേൻ. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, സ്തോത്രം, കർത്താവിന്റെ ദാസൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് തിഹിക്കോസിനെ പറ്റി. സഹഭൃത്യനായ തിഹിക്കോസ്, ഫെലോ സർവന്റ്. ആമേൻ. ഫെലോ സർവന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ആമേൻ, ഒരു മാസ്റ്ററിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർ. അതായത് പൗലോസ് ആരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുവോ അതേ ആളിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു തിഹിക്കോസ്. ഈ ബോധ്യം ഒരുപോലെ ഐക്യതയോടെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു തിഹിക്കോസ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വേല ഞാൻ ചെയ്യുന്നു, നിങ്ങളുടെ വേല അങ്ങനെയല്ല. ഇത് പൗലോസിന്റെ വേലയല്ല, തിഹിക്കോസിന്റെ വേലയല്ല, ഇത് കർത്താവിന്റെ വേലയാണ്. നമ്മൾ രണ്ടും ഒരു യജമാനന്റെ കീഴിലുള്ളവരാണ് എന്ന് ബോധ്യമുള്ളവരായിരുന്നു പൗലോസും തിഹിക്കോസും. ഞാൻ തിഹിക്കോസിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ അപ്പനാരാണെന്നോ അമ്മയാരാണെന്നോ ഒരു നല്ല പ്രൊഫൈൽ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. തെസലോനിക്കക്കാരനായിരുന്നു, മക്കദോന്യക്കാരനായിരുന്നു
ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അത് പറഞ്ഞായിരുന്നു, അദ്ദേഹം എവിടെ നിന്നായിരുന്നു. സ്വത്രം അതെ, മക്കതോന്യക്കാരനായിരുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. സ്വത്രം ആമേൻ. എന്നാൽ ഇദ്ദേഹം ലാസ്റ്റ് എന്തായി തീർന്നുവെന്നോ, എങ്ങനെ തന്റെ ജീവിതം അവസാനിപ്പിച്ചെന്നോ, എങ്ങനെയൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടെന്നോ ഒന്നും ബൈബിളിൽ നല്ലൊരു പ്രൊഫൈൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ തിഹിക്കോസിനെ പറ്റി. ആമേൻ. നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര വലിയവനായിരുന്നു എന്നത് വെളിപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല, ആരും അറിയാതെ ഇരുന്ന ചില സത്യങ്ങൾക്കായിട്ട് പൗലോസിന്റെ ശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ച കൂട്ട് ശുശ്രൂഷകനായിരുന്നു തിഹിക്കോസ്. നമ്മൾ കർത്താവിന്റെ വേലയുടെ ഭാഗമായി മാറുകയാ. ചിലപ്പം നമ്മളെ ഒരു മനുഷ്യൻ അറിയുന്നില്ലായിരിക്കാം. ആമൻ. തിഹിക്കോസുമാരെ പറ്റി ആരും പ്രസംഗിക്കുന്നില്ല, ആരും വലുതായിട്ടൊന്നും പറയാൻ ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷേ അവർ യാത്ര ചെയ്തപ്പോൾ നേരിട്ട കഷ്ടങ്ങൾ, ഈ മെസ്സേജ് അവിടെ കൊണ്ടെത്തിക്കാൻ അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അവർ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളുടെ തകർച്ചകൾ ഒരു ലേഖനത്തിലും നമ്മൾ എഴുതി വായിക്കുന്നില്ല. അതിന്റെ അർത്ഥം അവർ ഇതൊന്നും നേരിട്ടിട്ടില്ലെന്നല്ല. ഒരുപക്ഷെ പൗലോസിന് കിട്ടുന്നതിനേക്കാൾ മഹത്വം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്ന, എനിക്ക് മാത്രമല്ല തന്റെ വരവിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ എന്ന് പറഞ്ഞതെങ്കിൽ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം, അങ്ങേക്കരയിൽ നമ്മൾ നേടിയത് എന്തായിരുന്നുവെന്ന്. സൈലന്റായി യേശു കർത്താവിന്റെ ക്രൂശു മരണത്തിന് ശേഷവും, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന്റെ മരണത്തിന് ശേഷവും, അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭ സ്വത്രം സഭയിലെ വചന എഴുതി തീർത്തതിന് ശേഷം എത്രയോ ദൈവദാസന്മാർ നിന്ദിക്കപ്പെട്ടു, എത്രയോ ദൈവദാസന്മാർ ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, എത്രയോ ദൈവദാസിമാർ തകർന്നുപോയി, എത്രയോ മക്കൾ കഷ്ടത്തിലായിപ്പോയി, എത്രയോ ആളുകൾ പട്ടിണി കിടന്നു, എത്രയോ ആളുകൾ മഹാരോഗത്താൽ ആരും നോക്കാനില്ലാതെ തകർന്നുപോയി, എത്രയോ ആളുകൾ ഭാര്യയോ ഭർത്താവിനെ കാണാൻ കഴിയാതെ അനാഥത്വത്തിലേക്ക് പോയി. അങ്ങനെയുള്ള സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റേജിന്റെ മുന്നിൽ ഒരു പാസ്റ്റർ നമ്മുടെ പേരെടുത്ത് പറഞ്ഞില്ലയോ എന്നുള്ളതല്ല, തിഹിക്കോസുമാരെ, ദൈവത്തിന് വിശ്വസ്തന്മാരെ തേടുന്നുണ്ട്. സ്വത്രം ആരും അറിഞ്ഞില്ല നിങ്ങൾ ആ സഭയിൽ സൈലന്റായി സഹായിച്ചത്, ആരും അറിഞ്ഞില്ല. അവിടെ ഒരു വഴക്കുണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ അവിടെ സൈലന്റായും നിങ്ങളുടെ ഇടപാട് കൊണ്ട് അവിടെ ഒരു വഴക്കില്ലാതെയായെങ്കിൽ, അവിടെ ഒരു ദൈവദാസന് തെറ്റായ ഒരു കാര്യം പ്രവർത്തിച്ച സമയത്ത് നിങ്ങൾ അത് വളരെ മാന്യമായി ഇടപെട്ട് അത് സോൾവ് ചെയ്ത് ആ വിഷയത്തെ നന്നായിട്ട് ഡീൽ ചെയ്ത്, ഒരുപക്ഷെ ആരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് കാണത്തില്ല, ഒന്നും പറഞ്ഞു കാണത്തില്ല. പക്ഷെ നിങ്ങൾ മിണ്ടാതിരുന്നത്, നിങ്ങൾ ഒരുപക്ഷെ അവിടെ നന്നായിട്ട് ഇടപെട്ടത് ഒരുപക്ഷെ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായെങ്കിൽ, അങ്ങനെയുള്ള തിഹിക്കോസുമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അസിസ്റ്റന്റായി ഉപയോഗിക്കുകയും പിന്നെ പ്രത്യേകിച്ചൊന്നും വെളിപ്പെടുത്താനില്ലാത്തതുപോലെ, ഞാൻ എവിടെ നിന്ന് വന്നോ, ഞാൻ ആരാണെന്നോ, ഞാൻ എന്തിനു വേണ്ടി നിൽക്കുന്നതാണെന്നോ സ്വയമായിട്ടൊന്നും പറയാനില്ലാത്തവനെ പോലെ ഒരു പേര് മാത്രം പറഞ്ഞ് ആരെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലും വിടുമ്പം പോകാൻ വേണ്ടി നിൽക്കുന്ന സ്തോത്രം ഒരു ജോലിക്കാരനെ പോലെ നിൽക്കുന്നു. എന്നാൽ തിഹിക്കോസിന് അറിയാമായിരുന്നു, ഇതിന്റെ മുകളിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഇതിന്റെ മുകളിൽ ഒരു അധികാരിയുണ്ട്. ആ അധികാരത്തിന്റെ കീഴിലാണ് പൗലോസും, ആ അധികാരത്തിന്റെ കീഴിലാണ് ഞാൻ തിഹിക്കോസും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഫെലോ സർവന്റ് ആണ്. സ്തോത്രം. കൂട്ട് ശുശ്രൂഷകനാണ്. ഞാൻ ഒരിക്കലും മാസ്റ്റർ അല്ല. സ്തോത്രം. ഞാനൊരു വേലക്കാരനാണ്, ഞാനൊരു ബോൺ സർവന്റ് ആണ്. ഞാൻ സ്തോത്രം ഒരു അടിമയെ പോലെ യജമാനന് കീഴിൽ സ്തോത്രം ജോലി ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ്. ഇതിനകത്ത് എനിക്ക് മാന്യത എത്ര ലഭിച്ചെന്നോ, കൂലി എത്ര കിട്ടിയെന്നോ, പൗലോസിന് ലഭിച്ചതുപോലെയുള്ള മാന്യത ലഭിച്ചെന്നോ, തിമോത്തിയോസിന് ലഭിച്ചതുപോലെ എൻ്റെ പേരിൽ ഒരു ലേഖനമുണ്ടോ എന്നുള്ളതൊന്നും അല്ല വിഷയം. ഞാനൊരു അടിമയാണ്. സ്തോത്രം. എൻ്റെ യജമാനന് കീഴടക്കിയിരിക്കുന്ന ഒരു നല്ല അടിമ. സ്തോത്രം. കൂലി കൊടുക്കുന്നത് ദൈവമാണ്, മാനിക്കുന്ന ദൈവമാണ്. സ്തോത്രം. സ്തോത്രം. ആ ദൈവത്തിന്റെ സത്യത്തെ മനസ്സിലാക്കി നമ്മൾ ഒരു വിശ്വാസിയായിട്ട് പോലും നിൽക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഒരു കർത്തൃദാസനെ സഹായിക്കുവാനും ഒരു മീറ്റിങ്ങിൽ ഒരു പാട്ട് പാടുവാനും മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ചിലപ്പം ആ ദൈവദാസൻ തന്നെ നമ്മളെ മറന്നുപോയി കാണും. കുഴപ്പമില്ല. മിണ്ടാതിരുന്നു കൊണ്ട് സൈലന്റായി ഒരു നല്ല ഒരു ഒരു അടിമയെ പോലെ നമ്മൾ ചെയ്തതൊന്നും ചെയ്യാത്തതായി, നമ്മൾ അവിടെ ആ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ടതെല്ലാവരും മറന്നു പോകട്ടെ. അതാണ് നല്ലത്. സ്തോത്രം. നമ്മൾ ചെയ്തത് എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം ചെയ്ത് ആളുകൾ അങ്ങ് മറന്നു പോകട്ടെന്നേ, അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. സ്തോത്രം. നമ്മൾ അങ്ങ് മറയാം. ചില ദൈവദാസന്മാർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് ഭയങ്കര സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അവർ സാക്ഷ്യം പറഞ്ഞാൽ അവർ സാക്ഷ്യം പറയത്തില്ല. സ്തോത്രം. അവർ ക്രിസ്തുവിനെ മുന്നിൽ കാണിച്ചിട്ട് അവരിൽ തന്നെ മറയുന്നു. സ്തോത്രം. അങ്ങനെ മറഞ്ഞിരിക്കുന്ന ശുശ്രൂഷകൻ ആകുവാൻ ചിലരെ
ദൈവത്തിന് ഈ തലമുറയിലും ആവശ്യമുണ്ട്. സ്തോത്രം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യജമാനന്റെ കീഴിൽ നല്ലൊരടിമയെ പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാകുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. സ്തോത്രം. കൊലോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പിന്നീട് പറയുന്ന മറ്റൊരു ദൈവത്തിന്റെ ദാസനാണ് ഒനേസിമോസ്. സ്തോത്രം. ആ വാക്ക് നമുക്ക് 9-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഞാൻ സ്തോത്രം നിങ്ങളോട് അറിയിക്കും. 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 8-9 ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. 8-9. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥ എല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. നമുക്ക് ഇത് ഫിലമോന്റെ ലേഖനമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ, ഫിലമോന്റെ ലേഖനമായി ഈ ഭാഗങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒനേസിമോസിന്റെ ജീവിതം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. ഫിലമോന്റെ വീട്ടിൽ നിന്നും എന്തോ എടുത്തുകൊണ്ട് പോയി എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു അടിമ ഒരിക്കലും ഓടിപ്പോകാൻ പറ്റത്തില്ല. സ്തോത്രം. അത് വലിയ ശിക്ഷ കിട്ടുന്ന ഒരു തെറ്റാണ് ഒരു അടിമ ഓടിപ്പോകുക എന്ന് പറയുന്നത്. ഒളിച്ചോടുക അല്ലെങ്കിൽ മാറിപ്പോകുക എന്ന് പറയുന്നത്, അനുവാദമില്ലാതെ പോകുക എന്ന് പറയുന്നത് വലിയ ശിക്ഷ ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ ഓടിപ്പോയൊരു മനുഷ്യൻ റോമിൽ വന്നുകൊണ്ട്, ഒരുപക്ഷെ റോമിൽ പോയത് അത് വലിയൊരു ടൗൺ ആയതുകൊണ്ട് അവിടെയൊക്കെ ഒളിച്ചിരിക്കാൻ ചിലപ്പോൾ സാഹചര്യം ഉണ്ടായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, അവിടെ പോയി. എന്നാൽ പൗലോസിന്റെ ശുശ്രൂഷയാൽ ഈ ഒനേസിമോസ് കർത്താവിലേക്ക് കടന്നു വരുന്നു. സ്തോത്രം. ആ ഒരു ദൈവദാസനെ പറ്റി പറയുന്ന വേദഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ വായിക്കാനിടയായിരുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഫിലമോന്റെ വീട്ടിൽ ഉള്ള ആരാധനയെ പറ്റിയും പൗലോസ് ഫിലമോന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഞാൻ അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കൊലോസ്യ സഭ ഒരുപക്ഷെ ഫിലമോന്റെ വീട്ടിലായിരിക്കാൻ നടക്കുന്നത്. സ്തോത്രം. കാരണം ഈ ഫിലമോന്റെ ലെറ്ററും ഫിലമോന് ലേഖനം എഴുതുന്ന ലേഖനവും ഈ പോക്കിലാണ് അവിടെ കൊടുത്തു വിട്ടത് എന്ന് നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തിഹിക്കോസിന്റെ കൂടെ ഒനേസിമോസിനെ വിടുകയാണ്. സ്തോത്രം. ഇവരുടെ കയ്യിൽ ഈ ഫിലമോന്റെ ലേഖനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ആ രണ്ട് ലേഖനം കൂടെ അടുപ്പിച്ച് വായിക്കുമ്പോൾ ഏകദേശം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ നമ്മുടെ ചിന്തയിൽ അങ്ങനെ വരുന്നുണ്ട്. സ്തോത്രം. അതിൽ സത്യമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. അത് നിങ്ങളും ചിന്തിച്ചാട്ടെ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവരിൽ ഒരുവനായ, അതായത് ഫിലമോന്റെ വീട്ടിൽ നടക്കുന്ന സഭ കൂട്ടത്തിലുള്ളവരിൽ ഒരുവനാണ് ഈ ഒനേസിമോസ് എന്നുള്ള ഒരു വാക്ക് കൂടെ ചേർത്ത് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയട്ടെ. ഒനേസിമോസിനെ പറ്റി ഇങ്ങനെ പറയുന്നു, വിശ്വസ്തനും പ്രിയനുമായ സഹോദരൻ. ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫ് നോക്കിയാൽ ഒരു വ്യക്തിക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ വിശ്വസ്തനാണ്, പ്രിയ സഹോദരനാണ്. നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ വാക്കുകളാണ് ഏകദേശം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. വിശ്വസ്തനും പ്രിയനും, വിശ്വസിക്കാൻ കൊള്ളാകുന്നവനായി മാറി ഒനേസിമോസ്. ഫിലമോന്റെ വീട്ടിലെ സാഹചര്യവും പഴയ കാര്യവും നോക്കിയാൽ വിശ്വസിക്കാൻ ഒട്ടും കൊള്ളാത്തൊരു മനുഷ്യൻ, പ്രിയൻ എന്ന് പറയാൻ യോഗ്യതയില്ലാത്ത ഒരടിമ. പക്ഷേ ഞാൻ എന്നും പറയാറുള്ളത് പോലെ വിദ്യാഭൂത്വത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനായ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനായ പൗലോസ് ഒരു സ്ലേവിനെ, ഒരു അടിമയെ, കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൽ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല എന്ന് കേവലം പ്രസംഗിക്കുകയായിരുന്നില്ല പൗലോസ്, അങ്ങനെ ജീവിച്ച് കാണിക്കുകയായിരുന്നു പൗലോസ്. സ്തോത്രം. ആ ഒരു അടിമയായ മനുഷ്യനെ പൗലോസ്, നമ്മൾ ഫിലമോന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അത് നമ്മളെ വല്ലാതെ കരയിക്കുന്ന ഒരു ലേഖനമാണ്. സ്തോത്രം. പൗലോസ് ആ മനുഷ്യന് വേണ്ടി വല്ലാതെ താഴുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വല്ലാതെ തന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പൗലോസ് പറയുകയാണ്, അവൻ എനിക്ക് പ്രിയനാണ്, അല്ലെ, അവൻ വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ്. സ്തോത്രം. സ്തോത്രം. പലപ്പോഴും ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ, കഴിഞ്ഞ കാലത്തെ ജീവിതത്തിന്റെ പരാജയങ്ങളിൽ നിന്നും ഒരു വ്യക്തി തെറ്റിതിരുത്തി നമ്മുടെ സഭയിലെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് പലരും അവരുടെ പഴയ ആ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ കാണുന്ന ശമരിയ സ്ത്രീയുടെ ജീവിത സാഹചര്യങ്ങൾ പോലെ പാപത്തിന്റെ കയത്തിലേക്ക് വീണുപോയ ചില മനുഷ്യർ കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായി സഭയുടെ അകത്ത് വന്നാൽ പോലും ദൈവമക്കളായി തീർന്നാൽ
അവർ നമ്മളുടെ സഹോദരങ്ങളാണ്. സ്തോത്രം. അവർ എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല, അവർ ആരായി തീർന്നു എന്നുള്ളതാണ് വിഷയം. സ്തോത്രം. അവർ ആരുടെ മക്കളായി, എൻ്റെയും നിങ്ങളുടെയും അപ്പച്ചൻ എന്ന് പറയുന്നത് ഒരുവനാണ്. സ്തോത്രം. ഒരു രക്തത്തിൻ്റെ അവകാശിയായി വിളിക്കപ്പെട്ട ദൈവസഭയാണെന്ന് എവിടെയൊക്കെയോ ജനിച്ച് വളർത്തപ്പെട്ട പൗലോസും, സ്തോത്രം, മറ്റേതോ സാഹചര്യത്തിലായിപ്പോയ ഒനോസിമോസും പ്രിയനായി തീർന്നൊരു മാർഗമാണിത്. സ്തോത്രം. എത്രയോ ആഴത്തിലുള്ള ബന്ധങ്ങളാണ് പൗലോസിന്റെ ഈ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. വിശ്വസ്തനാണ്, പ്രിയനാണ്. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, പൗലോസിനെ എങ്ങനെയാണ് കർത്താവ് ഇങ്ങനെയൊക്കെ മാറ്റിയെടുത്തത്? ആമേൻ. സ്തോത്രം. ഒരു ദിവസം കൊണ്ട് പൗലോസിനെ എങ്ങനെയെങ്കിലും മാറ്റിയതൊന്നുമല്ല ഇത്. സ്തോത്രം. കൊലോസ് ലേഖനത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന 2-ാം അധ്യായത്തിന് 1 മുതൽ 5-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പൗലോസിനെ ദൈവം പണിയുകയായിരുന്നു പരസ്പരമുള്ള സ്നേഹത്തിലൂടെ, തന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ. ഇതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസ് ഒരു കാലത്ത് നിഷ്ഠൂരനായിരുന്നു, കൊലപാതകനായിരുന്നു, സഭയെ പീഡിപ്പിച്ചവനായിരുന്നു. ആമേൻ. നമ്മൾ നിയമം വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ചിന്ത വെച്ച് നോക്കിയാൽ വലിയ തെറ്റുകാരനായിരുന്നു പൗലോസ്. തന്നെ അതുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു. പൗലോസിന് അത് എപ്പോഴും ഭരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു എന്ന്. അത് മാത്രമല്ല, പൗലോസ് റിജക്റ്റ് ചെയ്തപ്പെട്ട ഒരു ജീവിതം, ഞാനൊരു മെസ്സേജ് തന്നെ അതിൻ്റെതായിട്ടുണ്ട്, ഒരു വലിയ ലിസ്റ്റ് തന്നെ ബൈബിളിൽ അതുണ്ട്. പൗലോസ് റിജക്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ. പൗലോസ് പിടിച്ച, അല്ലെങ്കിൽ ദൈവം തന്നെ ഈ ക്രിസ്ത്യാനിത്വത്തിൽ കൊണ്ടുവന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, സഹോദരന്മാർ ആദ്യം ഇദ്ദേഹത്തെ അംഗീകരിച്ചില്ല. ഭയന്ന് ഇദ്ദേഹം സഭയെ പീഡിപ്പിച്ചവനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. സ്തോത്രം. അങ്ങനെ മാറ്റി നിർത്തി ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ യെരുശലേം കൗൺസിലിൽ സ്തോത്രം ശക്തമായിട്ട് പൗലോസിനെ എതിർക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-11 മുതൽ 11-ഉം 24 വാക്യങ്ങളിൽ താനൊരു അപ്പോസ്തലനാണെന്ന് താൻ തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ഗലാത്യ ലേഖനം തന്നെ 2-ന്റെ സ്തോത്രം 14-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിന് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ താനൊരു ശുശ്രൂഷകനല്ല എന്ന് ചിന്തിച്ച ആ സഭയിൽ തന്നെ പലപ്പോഴും ഒരു ശുശ്രൂഷകനാണെന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥ തന്റെ ജീവിതത്തിൽ വരുന്നു. 1 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, തന്റെ ശുശ്രൂഷയെപ്പറ്റി, താൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാണെന്ന് താൻ പറഞ്ഞു വരേണ്ട ഒരു സാഹചര്യം. എന്ന് പറഞ്ഞാൽ തന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി പലപ്പോഴും പൗലോസ് കടന്നു പോയിട്ടുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് യേശുവിന്റെ ജീവിതം. ജനനം മുതൽ മരണം വരെ റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരുവനാണ് നമ്മുടെ യേശു കർത്താവ്. സ്തോത്രം. മറ്റുള്ളവരുടെ നടുവിൽ മാറ്റി നിർത്തപ്പെട്ടവനാണ് യേശു കർത്താവ്. ബഹുമാനം ലഭിക്കേണ്ട ജീവിത സാഹചര്യങ്ങളിൽ ബഹുമാനം ലഭിക്കാതെ പോയതവനാണ് യേശു കർത്താവ്. സ്തോത്രം. ഇതൊക്കെ അനുഭവത്തിൽ ക്രിസ്തുവിന്റെ പുറകെ പോയി അനുഭവിച്ചറിഞ്ഞ പൗലോസ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു വന്ന തിഹിക്കോസിനെ പറ്റി ഒനോസിമോസിനെ പറ്റി പറയുകയാണ്. ഒരു സാക്ഷ്യം പറയുകയാണ്. പൗലോസ് പറയുന്ന സാക്ഷ്യത്തിന് സഹോദരങ്ങളുടെ നടുവിൽ ഒരു വില കൽപ്പിക്കേണ്ടതിനായിട്ട് പറയുകയാണ്. വിശ്വസ്തനാണിപ്പോൾ തിഹിക്കോസ്. സഭയോട് ഇത് സഭ വായിച്ചറിയിക്കുമ്പോൾ അതിനകത്തൊരു മെസ്സേജ് ഉണ്ട് സ്വത്ര സഭയ്ക്ക് കിട്ടാൻ. എന്ന് പറഞ്ഞാൽ അവൻ പണ്ടെങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ അവനെ വിശ്വസിക്കാൻ കൊള്ളാകുന്നവനായി തീർന്നു അവൻ. സ്തോത്രം. ഇപ്പോൾ അവൻ അവന്റെ ലൈഫിൽ സ്തോത്രം, അവൻ എനിക്ക് പ്രിയനായി തീർന്നു. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഒനോസിമോസ് മാറിയെന്നും കൂടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സ്തോത്രം. അതെ, കർത്താവിന്റെ സന്നിധിയിൽ യഥാർത്ഥമായ ഒരു ദൈവ പൈതലായി കർത്താവിന്റെ പുറകെ നമ്മൾ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ഏത് പാപത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. സ്തോത്രം. ഏത് പാപത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കടന്ന ഒരു വ്യക്തിയെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ആ മാർഗമാണ് ഈ മാർഗം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം അവിടെ നിന്ന് കടന്നുപോയ മനുഷ്യനെ അങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഫിലമോന്റെ ലേഖനം എന്ന് പറയുന്നത് സ്തോത്രം, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. സ്തോത്രം. ഫിലമോന്റെ ലേഖനത്തിന്റെ ഒരാശയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. റോമ സർക്കാരിന്റെ നിയമപ്രകാരവും യഹൂദന്മാരുടെ നിയമപ്രകാരവും ശിക്ഷിക്കാൻ കഴിയും ഒരടിമ ഇങ്ങനെ ചെയ്താൽ. എന്നാൽ ഫിലമോന്റെ ലേഖനത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, ഇത് കൃപയുടെ വഴിയാണ്. നിയമപ്രകാരം ശിക്ഷിക്കാൻ കഴിയാവുന്ന ഒരു വ്യക്തിയെയും ഫ്രീയായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗമെന്ന് പഠിപ്പിക്കുന്ന ഒരു ലേഖനം കൂടിയാണ് ഒനോസിമോസിന്റെ കഥ പറയുന്ന ഫിലമോന്റെ ലേഖനം. സ്തോത്രം. അതും സഭ വായിക്കണമെന്ന് പറഞ്ഞിട്ട് എഴുതിയ
ഒരു ലേഖനമാണ്. സ്തോത്രം. അതുകൊണ്ട് അതിൽ നിന്നും ഒത്തിരി പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് നിങ്ങളുടെ പഠനത്തിനായിട്ടും കൂടെ ഞാൻ വിടുകയാണ്. സ്തോത്രം. ആമേൻ. ഇതിൽ നിന്നും സ്തോത്രം, ഒനേസിമോസിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം കർത്താവിങ്കിലേക്ക് വന്നിട്ട് വിശ്വസിക്കാൻ കൊള്ളാകുന്നവനായി തീർന്നു. അത് പൗലോസിന്റെ മുന്നിൽ അങ്ങനെ ഒരു ജീവിതം അദ്ദേഹം കാണിച്ചു. അദ്ദേഹം പ്രിയപ്പെട്ടവനായി തീർന്നു പൗലോസിന്റെ മുന്നിൽ. കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് നമ്മൾ അന്ന് അങ്ങനെയായിരുന്നു, ഇന്നും നമ്മൾ അങ്ങനെ തന്നെ തുടർന്നാൽ നമുക്ക് ഈ സാക്ഷ്യം ലഭിക്കത്തില്ല. എന്നാൽ ഒനേസിമോസിന് പറ്റിയ പരാജയം വലിയ പരാജയമായിരുന്നു. എന്നാൽ കർത്താവിലേക്ക് വന്നതിന് ശേഷം ആമേൻ, ശമരിയ പട്ടണത്തിലെ ആ സ്ത്രീ വലിയ പാപിയായിരുന്നു. അല്ലെങ്കിൽ യേശുവിന്റെ മുന്നിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കടന്നു വരുന്ന മനുഷ്യൻ വലിയ പാപിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ എന്താണ്, സക്കായി ലോകം വെറുക്കുന്നൊരു പാപിയായിരുന്നു. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ വന്നതിന് ശേഷം കർത്താവ് പറയാണ്, ഇവനും അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കർത്താവിലേക്ക് വന്നതിന് ശേഷം ദൈവത്തിന്റെ ആത്മാവിനാലുള്ള വ്യത്യസ്തമായ ജീവിതങ്ങൾ അവരുടെ ലൈഫിൽ കൂടി ഉണ്ടായി. അവരുടെ വ്യത്യസ്തതകളെ നമ്മൾ അംഗീകരിക്കാൻ കഴിയണം. അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ ദൈവസന്നിധിയിൽ കഴിയട്ടെ. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആ ഭാഗത്തെ ഞാൻ വിടുകയാണ്. സ്തോത്രം. ആ ഭാഗങ്ങളിലെ എല്ലാ വാചകങ്ങളും ഞാൻ നിങ്ങളോളം എത്തിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലെ സ്തോത്രം, എല്ലാ വാക്യങ്ങളിലും ഞാൻ നിങ്ങളോളം എത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്ന ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളെ അറിയിക്കും. അതെ, ഈ ദിവസങ്ങളിൽ നമുക്കും ഈ വിളിക്ക് യോഗ്യനായി ജീവിക്കുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. അതെ, ആ ഭാഗങ്ങളെല്ലാം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഒരു 2 പേരെ കുറിച്ചും കൂടെ വേഗത്തിൽ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ നിർത്തുവാനായി താല്പര്യപ്പെടുകയാണ്. ആമേൻ. ചുരുക്കി ചില കാര്യങ്ങൾ കൂടെ നമുക്ക് അടുത്ത വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ 10-ാമത്തെയും 11-ാമത്തെയും വാക്യം വേഗത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിന്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. ആമേൻ. അടുത്ത അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അരിസ്തർഹോസ്. ഞാനിത് ഒത്തിരി പ്രാവശ്യം അരിസ്തർഹോസിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. അരിസ്തർഹോസിനെ പറ്റി നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിലാണ്. എഫെസോസിൽ അർത്തിമിസ് ദേവിയുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യഹൂദന്മാരും ഒക്കെ രണ്ടുപേരുടെ ചേർന്നിട്ട് വലിയ വിഷയങ്ങളുണ്ടായി. പൗലോസിനെ അവർ കണ്ടില്ല. അവർ അവസാനം പിടിച്ചുകൊണ്ടുപോയവരിൽ ഒരുവനാണ് ഈ അരിസ്തർഹോസ്. ആമേൻ. അവരെ ഒരുപക്ഷെ നന്നായിട്ട് അവിടെ ബുദ്ധിമുട്ടിച്ച് കാണാം. അങ്ങനെ അവിടുത്തെ ആളുകൾ. ഇദ്ദേഹം തെസ്സലോനിക്കയിൽ നിന്നുള്ള മനുഷ്യനാണെന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം കർത്താവിന്റെ ദാസനായ പൗലോസ് റോമിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് കപ്പൽ ചേരത്തിൽ അകപ്പെടുമ്പോൾ, റോമിലേക്കുള്ള യാത്രയിലെ കപ്പൽ ചേരത്തിൽ അകപ്പെടുമ്പോൾ പൗലോസിനോടൊപ്പം ഈ അരിസ്തർഹോസും ഉണ്ടായിരുന്നു. ഞാനത് അന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. വെള്ളത്തിൽ പൗലോസ് നീന്തുമ്പോൾ ഈ അരിസ്തർഹോസും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ഫിലമോന്റെ ലേഖനത്തിലും നമുക്ക് ഇദ്ദേഹത്തെ പറ്റി 23-24 വാക്യത്തിലും കാണാൻ കഴിയുന്നുണ്ട്. ഈ അരിസ്തർഹോസിനെ പറ്റി അവിടെയും പൗലോസ് ഉപയോഗിക്കുന്ന വാക്കിതാണ് സഹബദ്ധനായ. കൂടെ പ്രിസണറായിരിക്കുകയാണ് പൗലോസിനോടൊപ്പം. ഞാൻ മുമ്പേ പറഞ്ഞ തിഹിക്കോസിനെ പോലെ സൈലന്റ് ആയ ഒരു ക്യാരക്ടറാണ് നമുക്ക് ഈ അരിസ്തർഹോസിന്റെ ജീവിതത്തിൽ നിന്നും തിഹിക്കോസിനെ പറ്റി പറഞ്ഞത്. പിന്നീട് ആരായിരുന്നു എന്തായിരുന്നു എന്നൊന്നും ബൈബിളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം വെള്ളത്തിൽ നീന്തേണ്ട സമയത്തും എന്നിട്ട് ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഞാൻ മുമ്പേ പറഞ്ഞ വാക്ക് പറയുന്നത്, എനിക്ക് ആശ്വാസമായി തീർന്നു എന്ന് 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇപ്പം നമുക്കറിയാമല്ലോ, തിമോത്തിയോസിന്റെ ലേഖനം എഴുതി അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ആരുമില്ല, ൊക്കെ കൊണ്ടുവന്നാട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ കൂടെ ഒരാളുള്ളത് എന്ത് ബലമാണെന്ന് അറിയാമോ? നമുക്കൊരു മനുഷ്യൻ 1 കോടി രൂപ തരുന്നതിനേക്കാൾ വലുതാണ്. ഘട്ടത്തിൽ കുഴപ്പമില്ലെന്നേ, അവർ വരട്ടെ, ഞങ്ങളുണ്ടല്ലോ എന്ന്
പറയുന്നത്. സ്തോത്രം. ഒരാൾ കൂടെ നിൽക്കുന്നത് പോലെ ഒരു ബലം വേറൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ വിവാഹ ജീവിതത്തിന് സ്തോത്രം വലിയ മാന്യത ബൈബിൾ കാണുന്നത്. അവർ ഒരു ശരീരമാണെന്നൊക്കെ പറയുന്നത്. എന്നാൽ കുടുംബജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ജീവിക്കാൻ കഴിയാത്ത കുടുംബത്തിലുള്ളവരെ നമ്മൾ കൈത്താങ്ങണം. ചില പ്രത്യേകിച്ച് വിധവമാരെ, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയോ ആരെങ്കിലും വിശ്വാസത്തിൽ ഇല്ലാത്ത ഒരു സഭ ഭയങ്കരമായി കൈത്താങ്ങേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ആമേൻ, ആമേൻ. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് എന്തിനാ അരിസ്തർഹോസ്, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ല, കൂടെ ഇരുന്നേനൊന്ന് ചോദിച്ചാൽ ഈ വെള്ളത്തിലേക്ക് നീന്തി പോയി നടന്നപ്പം അരിസ്തർഹോസിന് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ എന്ത് കിട്ടിയെന്നൊന്നും അറിയത്തില്ല. പക്ഷേ പൗലോസിന് പലപ്പോഴും അദ്ദേഹം ആശ്വാസമായി തീർന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഇങ്ങനെ പറയട്ടെ, ശക്തമായൊരു ശുശ്രൂഷ തീർച്ചയായിട്ടും അരിസ്തർഹോസിന്റെ ലൈഫ് കൊണ്ട് പൗലോസിനും ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏത് പൊസിഷനിലായിരുന്നു എന്നുള്ളതല്ല. ഞാൻ മുമ്പേ തിഹിക്കോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ പറയട്ടെ, ഇവിടെ അരിസ്തർഹോസ് എന്ത് ചെയ്യുന്നു പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. അദ്ദേഹം എന്തിനുവേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും വേണ്ടി ഉപയോഗിച്ചൊന്നും നമുക്ക് വലിയ രീതിയിലൊന്നും ബൈബിള് വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാം, സൈലന്റായി എന്ത് ചെയ്യുന്നെന്ന് അറിയത്തില്ല, കൂടെ ഉണ്ട്, കൂടെ ഉണ്ട്, കൂടെ ഉണ്ടെന്ന് പറയാൻ നിങ്ങളൊരാളുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തെന്നോ, നിങ്ങൾ എന്ത് വെളിപ്പെടുത്തിയെന്നോ എന്നുള്ളതല്ല, ചിലരുടെ കൂടെ നിൽക്കാൻ, നിങ്ങളുടെ കൂടെ പായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചിട്ട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ ഇതെന്താ, ഓക്കെ ഞങ്ങളുടെ കുഞ്ഞിന് രോഗമായപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, തിരക്കുന്നുണ്ട്, ഓക്കെ അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ് കർത്താവിന്റെ സ്നേഹം. ഇതാണ് കൊലോസ്യ സഭയിൽ കൂടി പൗലോസ് നമുക്ക് വെളിപ്പെടുത്തുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഹാരിത. സ്തോത്രം. ഒരു അരിസ്തർഹോസ് പൗലോസിന്റെ കൂടെയുള്ളത് പൗലോസിന് ആശ്വാസമായി. സ്തോത്രം. അതുകൊണ്ടാണ് ആമേൻ കൊലോസ് ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, ആമേൻ സ്തോത്രം, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ. ആമേൻ സ്തോത്രം. ഇങ്ങനെയുള്ള ചില അരിസ്തർഹോസുമാരെ ദൈവത്തിന് ഈ തലമുറയിൽ ആവശ്യമുണ്ടെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന വാചകങ്ങളായി തീരട്ടെ. സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങളിൽ അങ്ങനെ ചിലരാകുവാനും ദൈവത്തിന് നമുക്ക് സഹബദ്ധനായ അരിസ്തർഹോസ്, ആമേൻ സ്തോത്രം, ബദ്ധനായ അരിസ്തർഹോസ്, കൂടെ ബദ്ധനായിട്ടായിരിക്കും. ഇങ്ങനെ വേറെയും ചിലരെ കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. സ്തോത്രം. ആമേൻ. അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് മർക്കോസ് ആണ്. മർക്കോസ്. സ്തോത്രം. അതിലൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. സ്തോത്രം. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ആമേൻ അടുത്തതായി ഇവിടെ പറയുന്നത് ഈ പ്രകാരമാണ്. സ്തോത്രം. ബർന്നബാസിന്റെ മച്ചുനനായ കസിൻ, ആമേൻ, ബ്രദറായ ആമേൻ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. ആമേൻ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ. സ്തോത്രം. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പിന്നീട് പറയുകയാണ് മർക്കോസ്. സ്തോത്രം. ഈ മർക്കോസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. ആമേൻ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ സ്തോത്രം 12-ാമത്തെ ഇദ്ദേഹത്തിന്റെ അമ്മയെപ്പറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇദ്ദേഹം ആദിമസഭയിലെ ഒരു നല്ല ബിലീവർ ആയിരുന്നു, വിശ്വാസിയായിരുന്നു, അവരുടെ ഭവനത്തിൽ പ്രാർത്ഥന നടന്നിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നമുക്കറിയാം ഈ മർക്കോസ് തന്നെയാണ് സ്തോത്രം സുവിശേഷം എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ പൗലോസിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ബർന്നബാസിനോടൊപ്പം അസിസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ മർക്കോസ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇദ്ദേഹം 13-ാം അധ്യായത്തിൽ ഒരു തെറ്റ് നമുക്ക് സംഭവിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇദ്ദേഹം പകുതി വെച്ചിട്ട് കുറച്ച് കുഴപ്പമൊരു പക്ഷേ വീടൊക്കെ ഓർത്ത് കാണും. വളരെ ചെറുപ്പക്കാരനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തെ പറ്റി പത്രോസ് തന്റെ ലേഖനത്തിൽ, 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അതിന്റെ അവസാന ഭാഗത്തിൽ കാണുന്നുണ്ട്, എനിക്ക് മകനായ, അതായത് അപ്പോസ്തലനായ പൗലോസ് തന്റെ മകനായ തിമോത്തിയോസിനെ പറ്റിയാണ് പറയുന്നത്. സ്തോത്രം. നിജപുത്രനായ തിമോത്തിയോസ് എന്ന് പറയുന്നത് പോലെ പത്രോസ് തന്റെ മകൻ എന്ന രീതിയിൽ കണ്ടിരുന്നത് ഈ സ്തോത്രം മർക്കോസിനെ ആയിരുന്നു എന്ന് തന്റെ ലേഖനത്തിൽ, പത്രോസിന്റെ ലേഖനത്തിൽ, 1-ാമത്തെ ലേഖനത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. വളരെ യങ്ങായിരുന്നു. തീർച്ചയായിട്ടും യങ്ങായിരുന്ന ഒരു സഹോദരനായിരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വീടൊക്കെ ഓർമ്മ വരും. ആദ്യമൊക്കെ സുവിശേഷ വേലയിൽ നോർത്ത് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കോ പോകുമ്പോൾ വീട്ടിലുണ്ടാക്കി തരുന്ന മീൻകറിയും അല്ലെങ്കിൽ ആ സാഹചര്യം ഒക്കെ തീർച്ചയായിട്ടും ഓർമ്മ വരും. പക്ഷെ അത് ശക്തമായ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പൗലോസിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്തോത്രം. അത് നമ്മുടെ ലൂക്കോസ് രേഖപ്പെടുത്തുമ്പോൾ അത് ബർന്നബാസിന്റെ തെറ്റാണെന്നോ മർക്കോസിന്റെ തെറ്റാണെന്നോ പൗലോസിന്റെ തെറ്റാണെന്നോ ഒന്നും പറയുന്നില്ല. അത് റെക്കോർഡായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. തെറ്റോ ശരിയോ അല്ല. അവർ പിരിഞ്ഞ് 2 ശുശ്രൂഷ ചെയ്യുമ്പോഴും ശക്തമായിട്ട് അവർ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ പിന്നീട് കുഴപ്പങ്ങളാലൊന്നും വന്നില്ല. ഇവരെല്ലാവരും പിന്നീട് സ്നേഹത്തിലായിരുന്നു എന്ന് ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. സ്തോത്രം. സ്തോത്രം. അങ്ങനെ വിവിധ കാര്യങ്ങൾ ഈ മർക്കോസിനെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫിലമോന്റെ ലേഖനത്തിന്റെ സ്തോത്രം 1-ന്റെ 24-ാം വാക്യത്തിലും ഒരു ഫെലോ വർക്കറായിട്ട്, കൂട്ടുപ്രവർത്തകനായിട്ട്
അപ്പോസ്തലനായ പൗലോസ് മർക്കോസിനെ പറ്റി പറയുന്നുണ്ട്. സ്തോത്രം. 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ ആ ഭാഗങ്ങൾ നമുക്കറിയാമല്ലോ. അദ്ദേഹം വളരെ മെച്ചുറായി അവസാനം പൗലോസ് പറയുന്നുണ്ട്, ആമേൻ, അദ്ദേഹത്തെ കൊണ്ടുവന്നാട്ടെ. വേണ്ട എന്ന് പറഞ്ഞ മനുഷ്യനെ പൗലോസ് പിന്നെ പറയാണ്, കൊണ്ടുവന്നാട്ടെ. അവൻ വളരെ അസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മനസ്സുള്ളവനായിരുന്നു. സ്തോത്രം. എന്നാൽ അത് മാത്രമല്ല, ഞാൻ സ്തോത്രം അപ്പോസ്തലനായ സ്തോത്രം പൗലോസിന്റെ ജീവിതവുമായി ചേർത്ത് ഈ ഭാഗങ്ങളെ ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ. സ്തോത്രം. ഇടയ്ക്ക് ഇങ്ങനെ സ്കോളർമാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്, അത് ശരിയാണെന്നൊന്നുമില്ല. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് ഓടിപ്പോയൊരു യൗവനക്കാരനെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസിന്റെ 14-ാം അധ്യായത്തിൽ ചില ആളുകൾ പറയുന്നത് മർക്കോസ് മാത്രമേ അത് എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ട് യോഹന്നാനെ പോലെ തന്റെ പേര് പറയാതെ ഇത് ഇദ്ദേഹമായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. സ്തോത്രം. അതങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും എന്തായാലും പൗലോസിനോടൊപ്പം ശുശ്രൂഷയ്ക്ക് പോയപ്പം ഓടിപ്പോയൊരു മനുഷ്യനാണ് ഇദ്ദേഹം. സ്തോത്രം. അല്പം സാഹചര്യങ്ങളെയൊക്കെ ആ രീതിയിൽ കണ്ട ഒരു ചെറുപ്പക്കാരന്റെ ഒരു ജീവിതമായിരുന്നു മർക്കോസിൻ്റെത്. പക്ഷെ ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി ബൈബിളിന്റെ പൂർത്തീകരണത്തിന്റെ സമയത്ത് പൗലോസിനെ പോലെ ഒരു വലിയ ശുശ്രൂഷകനൊന്നും മർക്കോസ് ആയിരുന്നില്ലെങ്കിലും മർക്കോസ് പത്രോസിൽ നിന്നും യേശുവിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വിശുദ്ധ വേദപുസ്തകത്തിന്റെ രചനയിൽ ഈ മനുഷ്യനെയും ദൈവം ചേർത്തു എന്നുള്ളത് മനോഹരമായ ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു പൗലോസിനെ പോലെ ഭയങ്കര തീഷ്ണതയുള്ള ഒരു വ്യക്തിയായിരുന്നോ മർക്കോസ് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ആയിരുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാൻ അദ്ദേഹത്തിന്റെ ഞാൻ ഈ പറഞ്ഞ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇടയ്ക്ക് ഇട്ടിട്ട് പോയ, ഇടയ്ക്ക് അല്പം നമ്മുടെ രീതി വേണം നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിച്ച് പറയാൻ, ഉഴപ്പൊക്കെ ഉള്ള ഒരു വ്യക്തി എന്ന് വേണമെന്ന് ഞാനങ്ങനെ പറയുന്നില്ല. അത് വേണമെങ്കിൽ നമുക്കങ്ങനെ ചിന്തിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു മർക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. പക്ഷെ കർത്താവ് അങ്ങനെയുള്ളവരെ തള്ളിക്കളയുന്നില്ല. അവരെയും എൻ്റെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ചേർത്ത് നിർത്തുന്ന മനോഹരമായ ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞ് കളയുകയല്ല. ഇതിനിടയിലൊക്കെ എനിക്ക് ഇവിടെ ആ പേരും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ. ഇതിനൊക്കെ കാരണമായി ദൈവം ഉപയോഗിച്ചത് ബർന്നബാസിനെയാണ്, പ്രബോധന പുത്രൻ. ഈ പൗലോസിനെ ആയാലും ഈ പറയുന്ന മർക്കോസിനെയൊക്കെ ആയാലും ഈ ചില ആളുകളുണ്ടല്ലോ, ഈ പൗലോസ് ഉപയോഗിക്കപ്പെട്ടതുപോലെ ബർന്നബാസ് ഉപയോഗിച്ചോ എന്ന് വെച്ചാൽ ഉപയോഗിക്കപ്പെട്ടു, പക്ഷെ അത് വേറെ ലെവലിലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ വേദഭാഗങ്ങൾ അവസാനിക്കുമ്പോൾ വേഗത്തിൽ ഞാനൊന്ന് പറയാം. ഈ ദൈവവേല എന്ന് പറയുന്നത് ഭയങ്കര വെളിപ്പാടുള്ളവർക്കേ ദൈവവേല ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ല. കൊച്ചു പിണങ്ങി പോകുന്നവർക്കും പേടിച്ചു പോകുന്നവരെ ഒക്കെ ദൈവത്തിന് വേണം. സ്തോത്രം. ചിലപ്പോൾ ചിലരെ ആശ്വസിപ്പിക്കുന്നവരെ വേണം, കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നവരെ ദൈവത്തിന് വേണം, അസിസ്റ്റ് ചെയ്യുന്നവരെ ദൈവത്തിന് വേണം, ബാഗ് എടുക്കുന്നവരെ ദൈവത്തിന് വേണം, പായ ഇടുന്നവരെ ദൈവത്തിന് വേണം, ഒരാളിന്റെ കൂടെ നിൽക്കാൻ കഴിവുള്ളവരെ വേണം. അതിന് സ്കോളർമാർ തന്നെ ആവണമെന്നൊന്നും ദൈവവചനത്തിൽ വ്യവസ്ഥയൊന്നുമില്ല. സ്തോത്രം. ആ വ്യക്തിയെ പോലെ പൗലോസിനെ പോലെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനല്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിനൊരു ബൈബിളിലെ സ്തോത്രം പുസ്തകം എഴുതാനുള്ള യോഗ്യതയൊന്നും ഇല്ല. മർക്കോസ് അങ്ങോട്ട് മാറി നിന്നാട്ടെ, ഭാവിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ദൈവം മാറ്റി നിർത്തുന്നില്ല. ദൈവവും പിന്നീട് പൗലോസും മാറ്റി നിർത്തുന്നില്ല. ദൈവത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. ഇതിനിടയിൽ ബർന്നബാസിന്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. ദൈവം നമ്മളെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ബലപ്പെടുത്താൻ ഉപയോഗിക്കും കേട്ടോ. അങ്ങനെയുള്ള ആളുകളെ ബലപ്പെടുത്താൻ ദൈവം നമ്മളെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് ഉപയോഗിക്കും. സ്തോത്രം. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മർക്കോസുമാരെ കൈവിടുന്നവരാകരുത് നമ്മൾ. സ്തോത്രം. ചിലരെ കൈത്താങ്ങുന്ന, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ പ്ലാറ്റ്ഫോം, ഞാൻ കൊലോസി ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണല്ലോ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ പോലെ ഒരു ദൈവദാസനെ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഒന്നും അല്ല ഇത്. സ്തോത്രം. എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ആരാണെന്ന്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണപ്പെട്ട ഒരു ദൈവദാസന് വേണ്ടി ഒരു ദൈവദാസനും ഒരു ടീമും അല്ലെങ്കിൽ ഒരു ദൈവഭക്തന്മാർ എൻ്റെ സ്തോത്രം കഴിവുകേടുകളെ അംഗീകരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കാറുണ്ട്. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ കൈത്താങ്ങുന്നവർ എന്ന് പറയുന്നത് നാളെയുടെ ദൈവവേലയുടെ പദ്ധതികൾക്കായി ചിലർ കടന്നു വരുന്നതിന് കാരണമാകുന്നു. സ്തോത്രം. ബർന്നബാസ് ഇനി നിന്നെ കൊള്ളത്തില്ല, പോട്ടെ എന്ന് പറഞ്ഞ് കളഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്തോത്രം ദൈവം അദ്ദേഹത്തിന് ഉപയോഗിച്ചു തീർച്ചയായിട്ടും. എന്നാൽ അത് ദൈവം തീർച്ചയായിട്ടും മനോഹരമായിട്ട് ബർന്നബാസിനെ ഉപയോഗിക്കുന്നു. പിന്നീട് അത് പൗലോസിനും ബോധ്യമാകുന്നു എന്നതാണ് സത്യം. ഒരുപക്ഷെ നമ്മൾ ഇന്ന് കൊള്ളത്തില്ലെന്നും ഞാൻ ഒത്തിരി സഹായിച്ചതാണ്, ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്തതാണ് ദൈവദാസനെ, അദ്ദേഹത്തിന് സുവിശേഷ വേലയ്ക്കൊന്നും വിളിയൊന്നുമില്ല, ഞാൻ എൻ്റെ പൈസ വെറുതെ പോയെന്ന് പറയുന്ന ആ സുവിശേഷൻ ഉണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കുന്ന, ഒരുപക്ഷെ സാക്ഷ്യം പറയാൻ അറിഞ്ഞുകൂടാത്ത, വലിയ വെളിപ്പാടൊന്നും ഇല്ലാത്ത, ചിലപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വേറൊന്നായി പോകുന്ന, ഉൽപ്പത്തി പറഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം പറയുന്ന ചിലപ്പം ആളുകളെയൊക്കെ നമ്മൾ പ്രസംഗത്തിൽ കണ്ടിട്ടില്ലേ. അവരൊക്കെ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്.
അവർ പേഴ്സണൽ ഇവാഞ്ചലിസം ഒരുപക്ഷെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഒരുപക്ഷെ ഒരു കൂട്ടായ്മയുടെ മുന്നിൽ വന്നിട്ട് നല്ലൊരു ആഴത്തുള്ള മെസ്സേജ് പറഞ്ഞിട്ട് ഒരു 5 പോയിന്റും നിങ്ങൾക്ക് ഓർത്തിരിക്കുവാനുള്ള ഒരു പുതിയ ആശയം പറയാൻ അവർക്കില്ലായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ഇടയ്ക്ക് പേടിച്ചിരിക്കുന്ന സ്തോത്രം ഒരു തിമോത്തിയോസിനെ കർത്താവിന് വേണം. പൗലോസ് നിജപുത്രനായ തിമോസിന് ലേഖനം എഴുതുമ്പോഴും നമുക്ക് തിമോത്തിയോസിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇച്ചിരി ശരീരത്തിന് വീക്ക്നെസ് ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു. സ്തോത്രം. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശാസിക്കുകയല്ല, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുന്നു. സ്തോത്രം. ബലഹീനരെ താങ്ങുന്നു. സ്തോത്രം. അങ്ങനെയുള്ളവര് ദൈവത്തിന് ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. ദൈവം അങ്ങനെ ആരെയും കൈവിടുന്നില്ല. നമ്മൾ ഇന്ന് ഈ തലമുറയിൽ കാണുന്ന ശക്തന്മാരായ ദൈവദാസന്മാരെല്ലാം ആരൊക്കെയോ കൈത്താങ്ങിയതുകൊണ്ട് ഉയർന്നു വന്നവരാണ്. സ്തോത്രം. ആരൊക്കെയോ സ്തോത്രം കൈത്താങ്ങി ബലപ്പെടുത്തി ഒരു അക്കില്ലവും പ്രസ്കില്ലയും ഒരു അപ്പല്ലോസിനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഗൈഡ് ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചതുപോലെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി ചിലരെ കൈത്താങ്ങാൻ നിങ്ങളുടെ സഭയിൽ വരുന്ന ആ കുഞ്ഞുണ്ടല്ലോ, ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ വരുന്നത് നിങ്ങൾ പറയുന്ന രീതിയിൽ അവരാദ്യം ഒന്നും അംഗീകരിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ആ കൊച്ചിനെ ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട് ഒന്ന് അംഗീകരിക്കാൻ തയ്യാറായാൽ ഒരുപക്ഷെ നാളെ അനേക ചെറുപ്പക്കാരെ, പാപത്തിങ്കിലേക്ക് പോകുന്നവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, അനേകർക്ക് അനുഗ്രഹമാകുന്ന ഒരു മർക്കോസ് ആകുവാനോ, സ്തോത്രം, ഒരു തിമോത്തിയോസ് ആകുവാനോ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. യൗവനത്തിന്റെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന അവരുടെ കുറവുകളെ ഓർത്ത് കുറ്റപ്പെടുത്തി മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന സ്തോത്രം ഈ ബർണ്ണബാസുമാരെ ദൈവം തേടുന്നു ഈ തലമുറയിലും. അങ്ങനെയാണെങ്കിൽ മാറ്റി നിർത്തിയ പൗലോസുമാർ ഒരിക്കൽ പറയും, സ്തോത്രം, അവൻ എനിക്ക് വളരെ പ്രയോജനമുള്ളവനാണ്, കൊണ്ടുവന്നാട്ടെ. സ്തോത്രം. സ്തോത്രം. അസിസ്റ്റന്റ് ചെയ്യുന്ന, കൂടെ നിൽക്കുന്ന സ്തോത്രം ചില ആളുകളായി ദൈവം നിങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ വിശ്വസ്തയോടെ കൂട്ടുവേല കർത്താവിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനോഹരമായ ദൈവത്തിന്റെ പദ്ധതിക്കായി ഒരുമിച്ച് നിൽക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ചേർന്ന്